തൃശൂർ നന്ദിപുലം പയ്യൂർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വെടിക്കെട്ടിന് തൊട്ടരികിൽ ആനയെ തളച്ചു. തീയും ശബ്ദവും കൊണ്ട് ആന പരിഭ്രാന്തരായി. സംഭവത്തിലെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. MS ലിഷോയി ചെയ്യുന്നുണ്ട്. ലിഷോയി, മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണോ ഇത്തരം സംഭവം ഉണ്ടായത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്? വലിയൊരു മറ്റൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? തീർച്ചയായും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടം ഒഴിവായതും. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കൊയിലാണ്ടിയിലൊക്കെ സംഭവം കണ്ടതാണ്. കൊയിലാണ്ടിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് സമയത്ത് ആന ഭയന്ന് ഓടി ആളുകൾ മരിക്കാനിടയായ സംഭവം, നിരവധി ആളുകൾ മരിക്കാനിടയായ സംഭവം ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ വീണ്ടും തൃശൂർ നന്ദിപുലത്താണ് ഈ സംഭവം ഉണ്ടായത്. നന്ദിപുലത്ത് ഈ ക്ഷേത്രത്തിനോട് തൊട്ടടുത്തുള്ള വെടിക്കെട്ട് നടക്കുകയായിരുന്നു. ക്ഷേത്രത്തിന് കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ പയ്യൂർക്കാവ് ക്ഷേത്രത്തിലെ തൊട്ടടുത്തുള്ള പറമ്പിൽ ആനയെ തളച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ ആനയെ തളച്ചതിന് മീറ്ററുകൾ മാത്രം മാറിയാണ് ഇതിന്റെ വെടിക്കെട്ട് നടക്കുന്നത്, ഈ ക്ഷേത്രത്തിന്റെ വെടിക്കെട്ട് നടക്കുന്നത്. ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഈ വെടിക്കെട്ടിന്റെ അവസാന ഭാഗം, കൂട്ടപ്പൊരിച്ചിൽ എന്ന് പറയും, ആ ഭാഗത്തൊക്കെ ആന കൃത്യമായി വളരെയേറെ പരിഭ്രാന്തനാകുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ആനയെ തളച്ചിരുന്നത്. ഒരാനയാണ് ഈ വെടിക്കെട്ടിന്റെ ആ കൂട്ടപ്പൊരിച്ചിലിന്റെ തൊട്ടടുത്തായി നിലനിന്നിരുന്നത്. ഏകദേശം 10-20 മീറ്റർ മാത്രമാണ് നമുക്ക് ആന മാറി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത്രത്തോളം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്തുകൊണ്ടാണ് ഈ ആനയെ തളച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരണം ഇനിയും തേടേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിരവധി ആളുകൾ വെടിക്കെട്ട് കാണാനും മറ്റുമായി ആ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ആനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആന പരിഭ്രാന്തനായ ആളുകളുടെ ഇടയിലേക്ക് മറ്റോ പോവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് മറ്റു വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരുന്നത്. പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, യാതൊരു വിധത്തിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ വെടിക്കെട്ട് നടക്കുന്നതിന്റെ തൊട്ടടുത്ത് ആനയെ നിർത്തിയിരിക്കുന്നത്. തീർച്ചയായും ലിഷോയി പറഞ്ഞതുപോലെ തന്നെ ഗുരുതരമായ വീഴ്ചയാണ്. ഈ സംഭവത്തിൽ അന്വേഷണം വേണം, നടപടിയും എടുക്കേണ്ട സംഭവമാണ്. തൃശൂർ നന്ദിപുലം പയ്യൂർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വെടിക്കെട്ടിന് തൊട്ടരികിലാണ് ആനയെ തളച്ചത്.